സുഹൃത്തുക്കളെ നമസ്കാരം. അങ്ങനെ നമ്മൾ പേടിച്ച കാര്യം തന്നെ സംഭവിച്ചു. ഇന്നലെ തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ അവസാനിക്കില്ല, ഇനിയും ഒരുപാട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു. കാരണം പോയത് ഈ ഒരു വർഷത്തേക്കാണ്, ലോണിലാണ് പോയിട്ടുള്ളത്. വേറെ ക്ലബ്ബ്, ഓവർസീസ് ക്ലബ്ബ്, പുറത്തുള്ള ക്ലബ്ബൊക്കെ പോയിട്ടുള്ളത്. പക്ഷേ ഇത് ചില്ലറ ട്രാൻസ്ഫർ അല്ല. കാരണം ഇതിൽ നിൽക്കൂല, അതാ പറഞ്ഞത്. ഇത് ലോണിൽ നിൽക്കൂല. ഇനിയും ചിലപ്പോൾ കോൾഡോബിയേറ്റ പല പ്ലേയേഴ്സും ഇനി പോവും. കാരണം എന്താ പറയുക, ഒന്നാമത് കളി ഇന്ന് നാളെ മറ്റന്നാളെ, അതിൻ്റെ പിറ്റേന്ന് ഓണം, പെരുന്നാൾ, ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ കളിക്കണ്. ഇത് കളി തുടങ്ങണമില്ല. പ്ലേയേഴ്സ് ഓരോ നാട്ടിൽ പോയി നിൽക്കുകയാണ്. അവർക്കിത് കളിക്കണ്ടേ. അങ്ങനെ കളിയില്ലാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് പല പ്ലേയേഴ്സിനും പല ഓഫറുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിയാഗോ ആൽവസ് പോയത്. ഇപ്പോൾ അത് അഡ്രിയാൻ ലൂണയും പോയി. ലൂണ പോയത് ഒരു വർഷത്തിനാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇനി എത്ര ആൾ പോകാൻ നിൽക്കുന്നുണ്ടാവും. ഈ AFFന് എന്താണ് തീരെ ഒരു ഇതില്ല. അതായത് 120 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയേണ്ട രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ജനസംഖ്യ, തർക്കങ്ങളുണ്ടാവും. ഒരു ഫുട്ബോൾ ലീഗ് തുടങ്ങാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ പറ്റവരെ കൊണ്ട് ഇങ്ങനെ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ട് ഈ ലോകാവസാനം വരെ ചർച്ച നടത്താം. കളി ഇന്ന് തുടങ്ങണോ, ഫെബ്രുവരി 5 തുടങ്ങണോ, മാർച്ചിന്, അങ്ങനെ ഓരിങ്ങനെ ചർച്ചിച്ച് നിൽക്കുകയാണ്. പക്ഷേ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതോ ഓരോ ISL ക്ലബിൻ്റെയും. ഇപ്പം ലൂണ പോയത് ഇനിയിപ്പോൾ തിരിച്ചു വരുന്ന ഉറപ്പ്. ചിലപ്പോൾ അവിടെ നല്ല ഫോമിൽ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അവിടെ തന്നെ നിൽക്കായികയില്ല, അല്ലെങ്കിൽ വേറെ ക്ലബ്ബിൽ നിന്ന് ഓഫറുകൾ വരും. ഒരു രാജ്യത്ത് ഒരു ക്ലബ്ബ്, കുറേ ക്ലബ്ബുകളും ഫുട്ബോളും ഇതൊക്കെ ഉണ്ടായിട്ടും ഫുട്ബോളിനൊരു ഇതില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ ഫുട്ബോളിലുള്ള ഈ ISL ഇനി തുടങ്ങാത്തതല്ലേ. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തു ഒരു വർഷം ഒരു ലീഗിൻ്റെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വരെ ലീഗിൻ്റെ ഒരു പൊടി. സൂപ്പർ കപ്പോടെ അതിൻ്റെ ഇത് തീരുമാനമായിട്ടുണ്ട്. ഇനി ഈ ചൂടത്ത് ഈ ISL തുടങ്ങിയിട്ട് എങ്ങനെ ഒരു ഗ്രൗണ്ടിൽ 10ഉം 15ഉം കളി വെച്ച് കണ്ട് എവിടേക്കാ എത്തണം. ഏതായാലും വൻ പ്രതിഷേധമുണ്ട്. കാരണം എന്താ പറയുക, ലൂണ പോയത് നല്ലൊരു ഇതുണ്ട്. കാരണം ക്ലബിൻ്റെ ഒരു ആത്മാവാണ് പോയിട്ടുള്ളത്. വേറെ താരങ്ങളും പ്ലേയേഴ്സും പോകേണ്ടതായിരിക്കില്ല അഡ്രിയാൻ ലൂണ പോകുമ്പോൾ. ഇനിയിപ്പോൾ ഈ സീസണിൽ ആരെ വെച്ചിട്ടാണ് ഈ കളിക്കുക. എന്തായാലും ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ദൈവത്തിനറിയാം. ഏതായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോയിലൂടെ കൊണ്ടുവന്നാണ്.